ഹലോ, നമുക്കിന്ന് മാംഗോ വട എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള അത്രയും ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബദാം, കാഷ്യൂ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ എന്തെങ്കിലും അതുപോലെ നട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ശേഷം തേങ്ങ ചെരുവിയതും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത്, അതായത് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ നല്ലൊരു സ്മെല്ലിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടി, ഞാൻ ഏലക്ക ചതച്ചതാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും മാങ്ങ എടുക്കാം. ഞാൻ 3 മാങ്ങ എടുത്തിട്ടുള്ള 3 മാങ്ങ കൊണ്ട് എനിക്ക് ഏകദേശം 10 അട ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് പഴുത്ത മാങ്ങയും ഒരു നുള്ളുപ്പും ആവശ്യത്തിനായിട്ടുള്ള അരിപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇനി വാഴ മുറിച്ച് അതിലേക്ക് ഈ മിക്സ് നമുക്ക് പതുക്കെ നല്ല കട്ടിയില്ലാതെ പരത്തി കൊടുക്കാം. അതിലേക്ക് ഈ തേങ്ങയുടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എനിക്കറിയാം എൻ്റെ വീഡിയോസൊന്നും അത്ര ആസ്തറ്റിക് അല്ല, ബാക്ക്ഗ്രൗണ്ടൊന്നും അത്ര ഭയങ്കര ഭംഗിയുള്ളതല്ല, ഒക്കെ നമുക്ക് ശരിയാക്കാം കേട്ടോ. പിന്നെ ആവി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നന്നായി ആവി കയറ്റിയെടുക്കാം. ഇത് തുറക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. ആ വാഴൻ്റെ ഇലയുടെയും അതുപോലെ തന്നെ മാങ്ങയുടെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.